പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകണം? ലുലു. നമ്മളെല്ലാവരുടെ ഇന്ന് ഒരു ഔട്ടിങ്ങിനായിട്ട് ലുലുവിലോട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ഞാനും മുട്ടും ചിന്തും ശ്രീകൊണ്ണും അച്ഛനും വിളിച്ചാലും നമ്മൾ ഇത്രയും പേര് കൂടെയാണ് പോകുന്നത്. നമ്മളിതാ ഇപ്പം 3 മണിക്ക് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഇപ്പം ഇതാ 3:30 കഴിഞ്ഞ് നേരെ ഇനി ഇതാ ലുലുവിലോട്ട് പോവാണ്. വൈകിട്ടൊരു മൂവിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ലുലു എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫണ്ടൂരയിലോട്ടാണ് പോകാൻ പോകുന്നത്. ആദ്യം ഉമ്മാരെ ഫണ്ടൂരയിൽ ഒരു നൈറ്റിലൊക്കെ എത്തിയിട്ട് അതിനുശേഷം മിട്ടുവാണെങ്കിൽ പേടിത്തൂറിയിട്ട് ഗൈസ്. മിട്ട് പേടിയുണ്ട്. ഞാൻ മാറ്റി മിട്ടു ഞാൻ ആ ഒറ്റയ്ക്ക് ഇരുന്ന് പോണ സാധനമുണ്ടല്ലോ അതിൽ കൊണ്ട് കയറ്റുന്നത്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്നിട്ട് പേടിച്ചിരിക്കണം. ഓട്ടിക്കാൻ ലൈസൻസ് ഒന്നും വേണ്ട. കേറ്. ലൈസൻസ് എടുത്തിട്ട് കാറേ ഓടിച്ചു. എന്താടാ പോടാ പോടാ പോടാ. എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. എന്റെ ഇടയിൽ ചെന്ന് പെട്ടുപോയി. പിന്നെ അവിടുന്ന് ഇടിയോടെ ഇടി എന്നെ കണ്ണിട്ടെന്ന് തോന്നുന്നു. പാവം കേട്ടാ എനിക്ക് തന്നെ നെഞ്ചവനെ എടുത്ത് ഇടിക്കുന്നു. ചിന്തു നല്ല വേദന. ചിന്തുവിനെ ഒന്നും മിണ്ടാനില്ല. പേടിയുണ്ടോ തിരിച്ചേട്ടൻ? തിരിച്ചേട്ടൻ പേടിയാ? ഞാൻ നോക്കി നമ്മൾ ഫണ്ടൂരയുടെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. പ്രാവശ്യം വന്നിട്ട് ഇപ്പൊ ഒന്നിലും കയറില്ല. ഇവന് പേടി. ഓരോന്നിലും നമ്മൾ തന്നെ ഇട ഇതിൽ കയറി ഇല്ല പേടി, അടുത്തതിൽ കയറി ഇല്ല പേടി. അങ്ങനെ സമയം കളഞ്ഞു. ഇന്ന് ഭാഗ്യത്തിന് ആദ്യം കയറിയ ഇവൻ കൂടെ കയറിയുണ്ട്. ഇന്ന് അതിലെങ്കിലും കയറി. അല്ലെങ്കിൽ നീ കയറുമായിരുന്നു. നമ്മൾ നേരെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ച്. ഇരുന്ന് കൊതി വിടണാടാ. നമ്മൾ അടുത്തത് സിനിമ കാണാൻ വേണ്ടി കയറാൻ പോകുന്നത്. 6:30 ആവാറായതേ ഉള്ളൂ. നമ്മളിപ്പോഴേ കയറി അകത്തിരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി സെറ്റായി നമ്മളുടെ സിനിമ കയറാൻ പോവാണ്. ഇനി നമ്മൾ എന്തായാലും സിനിമ കഴിഞ്ഞാൽ നേരെ ഹൈപ്പറിലോട്ട് പോവുക. എന്തായാലും ദിലീപേൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു. കുറെ നാൾക്ക് ശേഷം ദിലീപേൻ്റെ 150ാമത്തെ പടം അല്ലേ? നീ അതിനെ കണ്ട? നീ ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലടാ? പടം എങ്ങനെയുണ്ടോ? അവരവർ കണ്ടിട്ട്
തീരുമാനിക്കണം കൊള്ളാവോ ഇല്ല. അതൊക്കെ എന്തായാലും ദിലീപേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഫസ്റ്റത്തെ ടൈറ്റിൽ കാർഡും എല്ലാം നൈസായിരുന്നു. സിനിമ കണ്ടു നോക്കിയിട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് ഫുൾ ചിരിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതായത് സിദ്ദിഖും ദിലീപേട്ടനൊക്കെ ചേരുമ്പോൾ എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഫസ്റ്റ് ഹാഫ് അത്രയും നല്ല ചിരിക്കാനാണ്. അത് കഴിഞ്ഞ് വേറൊരു കണ്ടന്റിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. എന്തായാലും സത്യം തന്നെ നമ്മൾ ഒരിക്കലും റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പറയരുത്. കാരണം റിവ്യൂ എന്ന് പറയുന്നത് അവരവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതാണ്. അപ്പം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒന്നിനെ ഒരു റിവ്യൂ മറ്റൊരാളുടെ റിവ്യൂ കണ്ട് ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ സ്വന്തമായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് വേണം നിങ്ങളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും എൻ്റെ ഇതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനൊരു കണ്ടന്റ് ഇതുവരെയായിട്ട് ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇങ്ങനൊരു കണ്ടന്റ് ഇങ്ങനെ ഇറങ്ങണമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് എന്തുകൊണ്ടാണ് നെഗറ്റീവ് റിവ്യൂസ് വരാൻ കാരണമായതെന്നും എന്തുകൊണ്ട് ഓരോ റിവ്യൂ എടുക്കുന്നവരിങ്ങനെ പറയുന്നതെന്നും എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നിങ്ങളും കണ്ടു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. എന്നിട്ട് വയ്യ ഗൈസ്, നമ്മളതാ എല്ലാം കഴിഞ്ഞതാ ലുലുന്ന് ഇറങ്ങുവാണ്. പാർക്കിങ്ങിലെത്തി. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വയറും ഫുള്ളായി. ഇനി വീട്ടിൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.